ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ തെളിവുകൾ അടങ്ങിയ റിപ്പോർട്ട് സുപ്രീം കോടതി പുറത്തുവിട്ടു. നോട്ടുകെട്ടുകൾ കത്തിയ നിലയിലായിരുന്നെന്ന് വിശദീകരിക്കുന്ന റിപ്പോർട്ടിൽ വീട്ടിൽ നിന്നുള്ള ചിത്രങ്ങളും ചേർത്തിട്ടുണ്ട്. പണം കണ്ടെത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് യശ്വന്ത് വർമ്മയുടെ വിശദീകരണവും റിപ്പോർട്ടിലുണ്ട്. ബി ബാലഗോപാൽ ചേർത്തുണ്ട് വിവരങ്ങളുമായി. ബാലു, ഇന്നലെ വീട്ടിൽ തീയണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് ഈ നോട്ടുകെട്ടുകൾ കണ്ടെത്തുന്നത്. പക്ഷേ പിന്നീട് ഈ ഫയർഫോഴ്സ് സംഘം തന്നെ ഈ ഒരു മൊഴി മാറ്റി പറയുകയായിരുന്നു. സ്റ്റേഷനറി സാധനങ്ങളാണ് കത്തിയതെന്ന് പറയുന്നുണ്ടായിരുന്നു. സുപ്രീം കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ നോക്കൂ, കൃത്യമായ തെളിവുകളോട് ചിത്രങ്ങളടങ്ങുന്ന റിപ്പോർട്ടാണ് സുപ്രീം കോടതി പുറത്തുവിട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. സന്ധ്യ, ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് കൈമാറിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതി ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഈ രേഖകളിലെ ചില, അതായത് വ്യക്തികളുടെയും മറ്റും പേരുകൾ മറച്ചു വെച്ചതിന് ശേഷമാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ചില ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും നൽകിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായയുടെ, അതായത് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കണ്ടെത്തലുകൾ, അതുപോലെ തന്നെ ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ അദ്ദേഹത്തിന്റെ വിശദീകരണം, അതുപോലെ ചില മൊഴികൾ എന്നിവ അടങ്ങുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവത്തെ സംബന്ധിച്ച് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ പ്രതികരണം സംബന്ധിച്ചാണ്. യശ്വന്ത് വർമ്മ നൽകിയിരിക്കുന്ന, DK ചീഫ് ജസ്റ്റിസിന് നൽകിയിരിക്കുന്ന ഇതിൽ പറഞ്ഞിരിക്കുന്നത്, മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പണത്തെ സംബന്ധിച്ച, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തന്റെ വീട്ടിൽ ഈ പണം സൂക്ഷിച്ചിരുന്നതായി ഒരു തരത്തിലുള്ള അറിവും തനിക്കോ തന്റെ കുടുംബാംഗങ്ങൾക്കോ ഇല്ല എന്നതാണ്. അതുപോലെ തന്നെ ഈ പണം അവിടെ നിന്ന് മാറ്റുന്നത് തങ്ങളുടെ, അതായത് ആ സമയത്ത് ഈ സംഭവം നടക്കുമ്പോൾ യശ്വന്ത് വർമ്മയും അദ്ദേഹത്തിന്റെ ഭാര്യയും മധ്യപ്രദേശിലായിരുന്നു. അവർ തൊട്ടടുത്ത ദിവസം മാത്രമാണ് ഡൽഹിയിൽ വന്നത്. ഈ പണം കത്തി എന്ന് പറയുക, ഈ ചാക്കിലുണ്ടായിരുന്ന പണം കത്തി എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് വീട്ടിലുണ്ടായിരുന്ന മകൾക്കോ അമ്മയ്ക്കോ യാതൊരു തരത്തിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഈ പണം അവിടെ നിന്ന് നീക്കി, അതായത് ഈ കത്തിയ പണം നീക്കി തുടങ്ങിയ കാര്യങ്ങളെന്ന് തന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് വീടിന്റെ ഈ സെർവന്റ് ക്വാർട്ടേഴ്സിന്റെ സമീപത്തുള്ള ഔട്ട് ഹൗസിലായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായിരുന്നത്. മകളും അതുപോലെ തന്നെ ഓഫീസ്, അന്ന് ഈ ഈ ദിവസം ഉണ്ടായിരുന്ന ഈ ഔദ്യോഗിക വസതിയിലുണ്ടായിരുന്ന ജീവനക്കാരുമായിരുന്നു ഈ പോലീസിനെ അറിയിച്ചിരുന്നത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും എത്തി ഈ തീ അണച്ചു. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ പണത്തെ സംബന്ധിച്ചുള്ള കാര്യം അന്ന് വീട്ടിലുണ്ടായിരുന്ന മകളെയോ അമ്മയോ അറിയിച്ചിരുന്നില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ജസ്റ്റിസ് തുടർന്ന് ഈ അങ്ങനെ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ഈ പണത്തിന്റെ ഉറവിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു ന്യായാധിപന്റെ ഏറ്റവും വലിയ കാര്യം അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ ആണെന്നും അത് തകർക്കുവാനായി ഒരു പതിറ്റാണ്ടോളമുള്ള തന്റെ ഈ ന്യായാധിപ ജീവിതത്തിന്റെ റെപ്യൂട്ടേഷൻ തകർക്കുന്നതിനുള്ള ശ്രമങ്ങളും ചില ഗൂഢാലോചനകളും നടന്നതായി സംശയിക്കുന്നുവെന്നുമാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ പറയുമ്പോൾ മാത്രമാണ് അതായത് തന്റെ വിശദീകരണം ലഭിക്കുന്നതിനായി ശരി ബാലു, എന്തായാലും തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന വിശദീകരണമാണ് യശ്വന്ത് വർമ്മ നൽകുന്നത്. എന്നാൽ സുപ്രീം കോടതി കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ, ആ നോട്ടുകെട്ടുകൾ കത്തിയ നിലയിലുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ അടങ്ങിയ റിപ്പോർട്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.